ഗൈസ് ഞങ്ങൾ പ്രിൻസ് ഗോവയിലേക്ക് പോകാൻ വേണം. ഞങ്ങളുടെ എന്താ പറയാ പ്ലാൻ സ്വല്പം ഒന്ന് മാറ്റി. ജസ്റ്റ് ഒരു ഒന്നും പ്ലാൻ ചെയ്യാത്തൊരു യാത്ര അല്ലേ? വെറുതെ ഇങ്ങനെ നടക്കുക. മെട്രോ നോക്കിക്കോണം. ഇത് വെറുതെ കയറിയാൽ മതിയാവും, സീറ്റ് നമ്പർ ഒന്നും ഉണ്ടാവില്ല. എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സമയമാണ്. ചാമാട്ടിലാണ് നമ്മൾ വന്ന് പോയിട്ട് മറ്റേ സെബോവിക്ക് ടിക്കറ്റ് എടുത്തത്. ഓർക്കല്ലേ? ചാമാട്ടിലേക്കും പോകും. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും പെട്ടവട്ടേന്നുണ്ട്. വണ്ടികൾ ടൗണിലേക്ക് അവിടെ ഇല്ല. അവിടെ അമ്മയുടെ ട്രാം മാത്രമേ ഉള്ളൂ. ഇവിടെ മെട്രോ ഇതും റൺഫേയും കൂടി ഉണ്ട്. ഇതിപ്പോ എത്ര? ഇവിടേക്ക് പോണെങ്കിൽ €4.40. എയർപോർട്ടിലേക്ക് 2 പേർക്ക് ₹4.40 ഇപ്പോൾ ഒരാൾക്ക് ₹2.20. മെട്രോന് ആകാശം തന്നെയല്ലേ? സെയിം പൈസ. അപ്പോൾ ലാഭാ, കുഴപ്പമൊന്നുമില്ല. പടപടയിൽ നിന്ന് എത്തുകയും ചെയ്യും. നമുക്ക് നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. മനസ്സിലായ? അതെ. നമ്മൾ നടന്നു വന്ന വഴികളിൽ കൂടെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ക്രോസ് ചെയ്തു. ില്ലാത്ത മണ്ണുകളാണ് ഇവിടെ. അതെ, മണ്ണ് കാണിക്കുന്നുണ്ട് ഇവിടെ. ബാക്കിയുള്ള ടൈലിട്ട് വരുന്നുള്ളൂ, അതായിരിക്കും. അതെ, ഈ മണ്ണുകളൊക്കെ പുല്ലുകളും കാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയുണ്ട്. നാട്ടില് നമ്മുടെ എന്റെ വീട്ടില് ടൈലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ടൈലിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും ടൈലിട്ടേക്കല്ലേ മൊത്തം. അത് ആദ്യം ഞങ്ങള് വരുന്നതിന് മൊത്തം കല്ലായിരുന്നു, ചരല് വെച്ചേക്കായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടികൾ കയറ്റുമ്പോൾ സൂക്ഷിച്ച് കയറ്റുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ടൈലിട്ട് കഴിഞ്ഞപ്പോൾ ചൂടങ്ങോട്ട് കൂടി ഭയങ്കരമായിട്ട്. അല്ല, ഞാൻ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള വീടുകളിൽ ടൈൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഭംഗിയാണ് എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇവിടേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മണ്ണ് കാണാനായിട്ട് കൊതിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ പോലെയായിരുന്നു. ബ്രിക്സ് ഒക്കെ ശരിക്കും ടൈലൊക്കെ നല്ലതാണ്. പക്ഷെ കുറെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മടുപ്പായി തുടങ്ങും. ഇത് നമ്മൾ വന്നായിരുന്നു അല്ലേ? ഇവിടെ ഒരു കാട് പോലത്തെ ഒരു ഫീലുണ്ട് അല്ലേ? ഇത് കുറ്റിക്കാട് പോലത്തെ ഒരു ഫീൽ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും കൺജസ്റ്റ് ആയിട്ട് തോന്നില്ല. കാരണം മരങ്ങളൊക്കെ ഗ്യാപ്പിലായി നിൽക്കുന്നത്. പക്ഷെ തണലത്തൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയ സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ. ഒരു ഗോൾഫിൻ്റെ ഗ്രൗണ്ടൊക്കെ പോലെയുള്ള പുൽമൈതാനം. ട്രെയിൻ വളഞ്ഞെങ്ങാണ്ട വരും. ഞങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പ്രിൻസ് ഗോവയിൽ എത്തി. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ പ്രിൻസ് ഗോവയിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. പ്രിൻസ് ഗോവയിൽ വന്നിട്ട് അല്ലേ? അങ്ങനെ മെട്രോ പോയി ഗൈസ്. അതിനാ